അപ്പോൾ നേരത്തെ മുസദ്ദിഖ് സാർ പറഞ്ഞ പ്രകാരം നമ്മൾ ഇന്ന് നമ്മുടെ പഠന കളരിയിൽ ബ്ലോക്ക് 3 അഥവാ യൂണിറ്റ് 9 ആണ് ചർച്ച ചെയ്യുന്നത്. ഇന്നലെ ഹാപ്പിനെസ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത്, ഒപ്റ്റിമിസവും അല്ലേ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റെസിലിയൻസ്. റെസിലിയൻസ് എന്താണെന്നുള്ളത് മിക്കവാറും ആൾക്കാർക്ക് അറിയാമായിരിക്കും. എന്തായാലും അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നാകും, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാം. ആർക്കെങ്കിലും അറിയോ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുക, റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കപ്പാസിറ്റി ടു റിക്കവർ ആൻഡ് ഗ്രോ സ്ട്രോങ്ങർ ആഫ്റ്റർ ഫേസിങ് ചലഞ്ചസ് ലൈക്ക് നാച്ചുറൽ ഡിസാസ്റ്റർ, ഫിനാൻഷ്യൽ ലോസ്, ഇൽനെസ് ഓർ വയലൻസ്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും വരാറുണ്ട്. ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും ഒക്കെ പലപ്പോഴും നമുക്ക് വരാറുണ്ട്. ആ സമയങ്ങളിൽ അതിനൊക്കെ മറികടന്നുകൊണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും മുന്നോട്ട് ഗമിക്കുവാനും മെച്ചം അല്ലെങ്കിൽ നേട്ടം നേടിയെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. പലവർക്കും, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ റെസിലിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോറി, എൻ്റെ ഡോക്യുമെന്റ് ഷെയർ കാണുന്നുണ്ടോ? അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ഡോക്യുമെന്റ് മാറിയിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കും മനുഷ്യന്മാർക്ക് വരും. അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു കപ്പാസിറ്റി. ഇപ്പോ നമുക്കറിയാം, സ്കൂളിൽ പുതിയൊരു സ്കൂളിലേക്ക് ചേർക്കും. ഉദാഹരണം, 10ാം ക്ലാസ് വരെ പഠിച്ചൊരു കുട്ടി, ആ കുട്ടി പെട്ടെന്ന് ആ ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ്സിലേക്ക്, ഒരു +2 സ്കൂളിലേക്ക്, വേറൊരു സ്കൂളിലേക്ക് പ്രവേശനം നേടപ്പെടുകയാണെങ്കിൽ ആ സമയം അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുട്ടി കുറച്ച് പ്രയാസപ്പെടും. വീണ്ടും ഡോക്യുമെന്റ് മിസ്സായല്ലോ, ഒരു കഷ്ടം. സ്കൂളിലായാലും കോളേജിലായാലും നമ്മൾ ചിലപ്പോൾ ക്യാമ്പസുകൾ മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടായിരുന്ന ചുറ്റുപാട് മാറുന്ന സമയത്ത് ആ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ പലർക്കും പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ ബിസിനസ്സിൽ തളർച്ച വരുന്ന സമയത്ത് അതുമായിട്ട് പൊരുത്തപ്പെടാൻ പ്രയാസം ഉണ്ടായിരിക്കും. പക്ഷേ ചില ആൾക്കാർ അതൊക്കെ വളരെ ഭംഗിയായിട്ട് പാസ്സാവുകയും അത് ഭംഗിയായിട്ട് ഓവർകം ചെയ്യുകയും ഒരു പ്രയാസവും ഇല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒരു പ്രയാസവും ഇല്ലാതെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ രാമാനുജനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും അല്ലെ. ശ്രീനിവാസ രാമാനുജ ഇഫക്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ജീവിതത്തിലുടനീളം കുറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അമ്മ മരണപ്പെടുന്നു, സിസ്റ്റർ മരണപ്പെടുന്നു, സാമ്പത്തികമായ പ്രയാസമുണ്ട്, ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു വിഷയവും മനസ്സിലാകുന്നില്ല, സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു, മാത്സ് അല്ലാതെ ഒരു വിഷയം അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ അദ്ദേഹത്തെ ക്യാമ്പസിൽ നിന്നൊക്കെ പുറത്താക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വിദേശ യൂണിവേഴ്സിറ്റി, ലണ്ടൻ യൂണിവേഴ്സിറ്റി സ്കൂളിലൊക്കെ വലിയ ഒരു സ്വീകരണം കിട്ടുകയും അവിടെ വെച്ച് മാത്സിന്റെ ഒരു പുലിയാവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ രാമാനുജൻ ഇഫക്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊരു റെസിലിയൻസിന് ഉദാഹരണമാണ്. അതായത് പഠിക്കാൻ കഴിയില്ല എന്ന് വിധി എഴുതി ക്യാമ്പസിൽ നിന്ന് പുറത്താക്കിയ കുട്ടിക്ക് മറ്റൊരു വിദേശ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലെ പേരുകേട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കിട്ടുന്നു, അവർക്ക് റെക്കഗ്നിഷൻ കിട്ടുന്നു. കാരണം റെസിലിയന്റ് ആയിരുന്നു. ഒരിക്കൽ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു മേഖലയിൽ പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് അദ്ദേഹം ഉൾവലിഞ്ഞില്ല, മറിച്ച് തന്റെ കഴിവ്, തന്റെ ആ ഒരു ഫോക്കസ് കൊണ്ടു നടക്കുകയും പാഷൻ അനുസരിച്ച് ഫോളോ ചെയ്യുകയും റെസിലിയന്റ് സ്വഭാവം കാണിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല മേഖലകളിൽ വിജയം കൈവരിക്കാറുണ്ട് വ്യക്തി. ഈ ഒരു പ്രതിഭാസത്തെയാണ് റെസിലിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രഡീഷണലി നമ്മുടെ സൈക്കോളജി ഒരു നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രശ്നം പരിഹരിക്കുക അല്ലെങ്കിൽ പ്രോബ്ലം പരിഹരിക്കുക എന്ന രീതിയിലാണ് നമ്മുടെ സൈക്കോളജി ഡെവലപ്പ് ചെയ്തത്. വേൾഡ് വാറിന് ശേഷം ഉണ്ടായിരുന്ന മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുടെ മാനസിക പ്രയാസങ്ങൾ, അതിനെ പരിഹരിക്കാനുള്ള പല മെത്തേഡുകളും, സൈക്കോ ഡൈനാമിക് മെത്തേഡുകളാട്ടെ മറ്റുള്ള മെത്തേഡ്. പക്ഷേ 1998 1990കളിൽ 2000 2000ത്തിന്റെ തുടക്കത്തിൽ
നമ്മുടെ മാർട്ടിൻ സെലിഗ്മാന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയൊരു വേവ് പോസിറ്റീവ് സൈക്കോളജി. മനുഷ്യനിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് എന്നതല്ല, മനുഷ്യനിലുള്ള കഴിവുകൾ, കപ്പാസിറ്റി, അതിലേക്ക് ഫോക്കസ് ചെയ്യണം, അതിനെ വളർത്തുകയും അതിലേക്ക് അതിനെ ബേസ് ചെയ്തുള്ള പഠനമാണ് വേണ്ടത്. അങ്ങനെയാണ് ഒരു സൈക്കോളജിയുടെ ഒരു ഫോക്കസ് തിരുത്തിയത് ഈ മാർട്ടിൻ സെലിഗ്മാൻ. അവിടുന്ന് ആ സമയത്താണ് ഈ പറഞ്ഞ റെസിലിയൻസ് പോലത്തെ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. അതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ആരും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. 1950 റുട്ടൻ ആൻഡ് വെർണൺ സ്മിത്ത് ഇവരൊക്കെ ഒരു വലിയ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികളിൽ പ്രയാസം അനുഭവിച്ച, സാമ്പത്തികവും പിന്നെ അതുപോലെ പല നിലയിലും ബുദ്ധിമുട്ടുന്ന കുട്ടികളിൽ വലിയ കുറച്ച് നീണ്ട ഒരു പഠനം നടത്തി. അതിൽ നിന്ന് അവർക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടിയത്, ഇവരെ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും കുട്ടികൾ എന്തുകൊണ്ട് അഭിവൃദ്ധി അല്ലെങ്കിൽ കാര്യങ്ങൾ വലിയ മറ്റുള്ളവരെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റുള്ള പിന്നിലാവാത്ത രീതിയിൽ അവര് നേട്ടങ്ങൾ കൈവരിക്കുന്നു എന്നതിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഇവരെ ഈ രീതിയിൽ എത്തിക്കുന്ന അവരിലുള്ള ചില ഘടകങ്ങളുണ്ട്, പോസിറ്റീവായ ചില ഘടകങ്ങളുണ്ട്, പോസിറ്റീവ് ഫാക്ടേഴ്സുകളുണ്ട്. ഈ ഒരു പഠനമാണ് റെസിലിയൻസിലേക്കുള്ള അല്ലെങ്കിൽ റെസിലിയൻസ് എന്ന ആ ഒരു വിഷയം കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകുവാൻ, അല്ലെങ്കിൽ ഇവരെ ഈ കുട്ടികള് പ്രയാസം അനുഭവിച്ച് ബുദ്ധിമുട്ടേണ്ട റിസ്ക് ഫാക്ടേഴ്സിനോട് കൂടെ തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന മറ്റു ഫാക്ടേഴ്സ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ റെസിലിയന്റ് ആയത് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയത് എന്ന റിസർച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഈ റെസിലിയൻസിനെ കുറിച്ചുള്ള പഠനം അന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ അങ്ങനെയുള്ള പഠനത്തിന്റെ ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് ചാർലി ചാപ്ലിന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ. ചാർലി ചാപ്ലിൻ ഇതുപോലെ തന്നെ ഭയങ്കര പ്രയാസങ്ങൾ അനുഭവിച്ച, വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച വ്യക്തിയാണ്. അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ തോറ്റു കൊടുക്കേണ്ടവരാണ് അല്ലെങ്കിൽ തോറ്റു കൊടുക്കുന്നവരാണ് പൊതുവെ മനുഷ്യർ, ഉൾവലിയുന്നവരാണ്. പക്ഷെ ചാർലി ചാപ്ലിൻ അങ്ങനെയല്ല. തൻ്റെ ഒരു പാഷൻ ഫീൽഡിൽ അദ്ദേഹം എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് അദ്ദേഹം പേര് കേട്ട ഒരു ആർട്ടിസ്റ്റ് ആകുന്നു, ഒരു സിനിമ ഒരു ഫിഗർ ആകുന്നു. ഇന്നും അദ്ദേഹത്തെ വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ സ്മരിക്കുന്നുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റെസിലിയന്റ് സ്വഭാവം, അദ്ദേഹത്തിന് ആ ഒരു കഴിവുണ്ടായിരുന്നു. സക്സസ്ഫുൾ കരിയർ അദ്ദേഹത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചത് അദ്ദേഹത്തിൽ ചില ഘടകങ്ങൾ, അദ്ദേഹത്തിൽ ചില പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ മനുഷ്യന്മാരിലുള്ള ഈ ഒരു പോസിറ്റീവ് ഫാക്ടറിനെ കുറിച്ചുള്ള പഠനമാണ് റെസിലിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റെസിലിയൻസിന്റെ പഠനത്തിൽ ഒരു 4 വേവുകൾ നമുക്ക് കാണാം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണത്. 4 വേവ്സ് ഓഫ് റെസിലിയൻസ് റിസർച്ച്. റെസിലിയൻസ് മേഖലയിലുള്ള റിസർച്ചിന് 4 ഘട്ടങ്ങൾ. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റീസ്, സോഷ്യൽ, പേഴ്സണൽ ഫാക്ടേഴ്സ്. അതായത് റെസിലിയൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ റെസിലിയൻസിലേക്ക് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകാൻ ആ വ്യക്തിയെ, മനുഷ്യരെ സഹായിക്കുന്ന എന്ത് ഘടകമാണ്, ആ ഒരു ഘടകത്തെക്കുറിച്ച്, ഫാക്ടറിനെ കുറിച്ചുള്ള പഠനമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഫാക്ടറിൽ നിന്നും റെസിലിയൻസിലേക്ക് നയിക്കുന്ന ഘടകം എന്നതിനേക്കാൾ ഉപരി ആ ഘടകത്തോട് കൂടെ അവരെ റെസിലിയന്റ് ആക്കാൻ സഹായിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ വ്യക്തിയിൽ അധിഷ്ഠിതമായ ഇന്റേണൽ ആയ ഒരു ഘടകവും അതിന് അനുഗുണമായ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ആയ ഒരു എൻവയോൺമെന്റും, ഇത് രണ്ടും തമ്മിലുള്ള ഒരു പ്രോസസ്സിംഗ്. ഓക്കെ, ഇതാണ് ഇത് എങ്ങനെയാണ് നടക്കുന്നത്? റെസിലിയന്റ് നേച്ചർ ഉണ്ടാവുകയും അതിനനുസരിച്ച് ഒരു എൻവയോൺമെന്റ് ഉണ്ടാവുകയും അത് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനിലൂടെയാണ് സക്സസ് ഉണ്ടാകുന്നത് എന്ന രീതിയിലുള്ള ഒരു രണ്ടാമത്തെ ഒരു ഇന്ററാക്ഷൻ ലെവലിലുള്ള ഒരു പഠനമായിരുന്നു ഈ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ ഘട്ടം റെസിലിയന്റ് ഫാക്ടർ എന്താണെന്ന് മനസ്സിലാക്കി. ഇങ്ങനെ ഫാക്ടറോട് കൂടെ റെസിലിയന്റ് ആകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ റെസിലിയന്റ് ആകുമെന്നും പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയെ എങ്ങനെ റെസിലിയന്റ് ആക്കാം, ഏത് രീതിയിൽ നമുക്ക് റെസിലിയന്റ് ആക്കാം, അതിനുള്ള ആപ്ലിക്കേഷൻ മെത്തേഡുകൾ വ്യക്തി ജീവിതത്തിലാട്ടെ സമൂഹ ജീവിതത്തിലാട്ടെ എങ്ങനെ നമുക്ക് റെസിലിയന്റ് ആകാൻ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇൻബോൺ ആയ, ഇനേറ്റ് ആയ അല്ലെങ്കിൽ ഇന്റേണൽ ആയ ചില ഘടകങ്ങളോട് കൂടെ എക്സ്റ്റേണൽ ആയ ചില സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പലപ്പോഴും പല കമ്മ്യൂണിറ്റിയെയും പല വ്യക്തികളെയും റെസിലിയന്റ് ആക്കാം, സക്സസ്ഫുൾ ആക്കാം. അതിനുള്ള പ്രോസസ്, അതിന്റെ ആപ്ലിക്കേഷനാണ് മൂന്നാം ഘട്ടത്തിൽ എത്തിയത്. നാലാം ഘട്ടത്തിയപ്പോൾ അതിനേക്കാൾ ഒന്നുകൂടി സുന്ദരമായിരുന്നു. ഒരു സെല്ലുലാർ ലെവൽ അല്ലെങ്കിൽ ന്യൂറൽ ലെവല് ഒരു വ്യക്തി റെസിലിയന്റ് ആകുമ്പോൾ ഇന്റേണൽ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ, അദ്ദേഹത്തിന്റെ ഓരോരോ സെല്ലിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളില് ചില ഘടകങ്ങൾ, ചില വസ്തുക്കൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ സെല്ലുലാർ ഒന്നും കൂടി ആഴ്ന്നിറങ്ങിയിട്ടുള്ള, ഒന്നും കൂടി സൂക്ഷ്മമായ പഠനമാണ് നാലാമത്തെ ഘട്ടം.
അപ്പോൾ റെസിലിയന്റ് ആയ ചില വ്യക്തികളെ കുറിച്ച് പഠിച്ച് ആ വ്യക്തികളിൽ അങ്ങനെ റെസിലിയന്റ് ആയുള്ള ഘടകം എന്താണ്, അവരുടെ തലച്ചോറിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ചില ഭാഗങ്ങളെ കുറിച്ചോ അതിനെക്കുറിച്ച് കൂലങ്കഷമായി പഠിച്ച് അതിൽ അവർ ഇന്ന ഫാക്ടർ ഉണ്ടായത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിൽ ഇന്ന ഏരിയയിൽ ഈ വളർച്ച ഉണ്ടായത് കൊണ്ടാണ് അവർക്ക് റെസിലിയന്റ് ആകാൻ സാധിച്ചത്. അപ്പോൾ സെല്ലുലാർ ലെവല് അല്ലെങ്കിൽ ന്യൂക്ലിയർ ലെവലിൽ ന്യൂറോ ലെവലിലുള്ള ഒരു പഠനമാണ് 4ാം ഘട്ടം. ഇങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ട് റെസിലിയൻസ് എന്ന ഈ ഒരു മേഖലയിലുള്ള റിസർച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്ന്, എന്താണ് റെസിലിയൻസ് എന്നത് അല്ലെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് എന്താണെന്ന്. 2, റെസിലിയന്റ് എന്ന ആ ഫാക്ടറോട് കൂടെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവായ ഒരു എൻവയോൺമെന്റ്, ആ എൻവയോൺമെന്റും ഈ ഇന്റേണൽ ഫാക്ടറും തമ്മിലുള്ള ഒരു പ്രോസസ്സിങ്, ഒരു അനുഗുണമായ സാഹചര്യത്തിൽ വളരാൻ കഴിയുന്നു എന്ന, അതാണ് 2ാമത്തെ പഠനം, അതിനെക്കുറിച്ചുള്ള പഠനം. 3, ഇങ്ങനെ റെസിലിയന്റ് ആക്കിയെടുക്കാൻ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെ എടുക്കാം, അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള പഠനമാണ്. 4, ഇതിന്റെയും ഒന്നും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ന്യൂക്ലിയർ ലെവൽ അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിലുള്ള പഠനമാണ് 4ാമത്തത്. ഇങ്ങനെ 4 ദശകളിലായിട്ട് നമുക്ക് ഈ മേഖലയിലുള്ള പഠനത്തെ കാണാൻ സാധിക്കും. ഒന്നുകൂടി വിശദമായി പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞു, കൂടുതൽ പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. 2ാമത്തത്. 3ാമത്തത് ഡെവലപ്പിംഗ് റെസിലിയൻസ്, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. 4, മൾട്ടി ലെവൽ അണ്ടർസ്റ്റാൻഡിങ് അഥവാ റെസിലിയൻസ് സെല്ലുലാർ ന്യൂറൽ ലെവലും, പിന്നെ സോഷ്യോളജി, ന്യൂറോ സയൻസ്, അതുപോലെ സോഷ്യൽ വർക്ക്, മറ്റുള്ള, അപ്പോൾ കേവലം സൈക്കോളജി അല്ല, സൈക്കോളജിയുടെ അപ്പുറത്തേക്കുള്ള സൊസൈറ്റിയെ കുറിച്ചുള്ളതും, പിന്നെ അതുപോലെ സോഷ്യൽ വർക്കിലേക്ക് ഇറങ്ങിയും മറ്റുള്ള മേഖലകളൊക്കെ സഹായത്തോടു കൂടി റെസിലിയൻസ് എന്ന ഫീൽഡിലുള്ള റിസർച്ചാണ് 4ാമത്തത്. ഇനി റെസിലിയൻസിനെ കുറിച്ചുള്ള പഠനത്തിൽ ആ മേഖലയിൽ നടന്ന റിസർച്ചുകളാണ്. ഈ മേഖലയിൽ പ്രധാനമായും ഒരു ക്വാണ്ടിറ്റേറ്റീവ് ലെവലിലെ റിസർച്ച് നടന്നിട്ടുണ്ട്. അത് അപര്യാപ്തമായതിനാൽ അല്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആയതിനാൽ, അതിന്റെ പൂർണ്ണത ഇല്ലാത്തത് കാരണം 2ാമത്തെ ഒരു ഘട്ടം ക്വാളിറ്റേറ്റീവ് ലെവലിലേക്ക് പോയിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ ബേസ്, ഈ ഡിജിറ്റൽ, അതായത് ഇന്ന ഫാക്ടർ കാരണം ഇന്ന ഗുണങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഒരു റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ എന്താ പറയുക പ്രൊട്ടക്റ്റീവ് ഫാക്ടർ, ഈ ഫാക്ടറുകൾ ഇത്ര ഫാക്ടർ ഉണ്ടായപ്പോൾ ഈ രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടായി, അല്ലെങ്കിൽ ഇന്ന റിസ്ക് ഫാക്ടർ ഉണ്ടായപ്പോൾ അതിനനുസരിച്ച് ഇന്ന റെസിലിയൻസിൽ ഇത് ക്വാണ്ടിറ്റി കുറഞ്ഞു എന്നൊക്കെ രീതിയിലുള്ള ഒരു പഠനമാണ് 1ാമത്. അതിനുള്ള എക്സാമ്പിൾ പറയുന്നത് കാനൻ ഡേവിഡ്സൺ റെസിലിയൻസ് സ്കെയിൽ. ഇത് അതിൽ 3-4 നമ്മൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനേക്കാൾ ഒന്നുകൂടി ഇൻഡെപ്ത് ആയ ഡീറ്റെയിൽ ആയ ഒരു പഠനമായിരുന്നു ക്വാളിറ്റേറ്റീവ് റിസർച്ചിലുള്ളത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫാക്ടർ അല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെ അകത്തേക്കും അല്ലെങ്കിൽ വ്യക്തികളുള്ള ഓരോ സമൂഹത്തിലേക്കും അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പേഴ്സണൽ അഡാപ്റ്റേഷനെ സഹായിക്കുന്ന എന്തെല്ലാം ഘടകങ്ങളുണ്ട് എന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനമാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഫാക്ടറിനേക്കാൾ ഉപരി ആ ഫാക്ടറോട് കൂടെ ആ വ്യക്തിയെ അങ്ങനെ റെസിലിയന്റ് ആക്കാൻ അദ്ദേഹത്തിൽ വേറെ എന്തെല്ലാം ഉണ്ട്, അദ്ദേഹത്തിന്റെ കൾച്ചർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൊസൈറ്റി, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെ കുറച്ചുകൂടി ക്വാളിറ്റേറ്റീവ് ലെവലിലുള്ള പഠനമായിരുന്നു. അതിനുവേണ്ടി ഇന്റർവ്യൂകളും ഫോക്കസ് ഗ്രൂപ്പുകളും ആർട്ടിഫിസ് ടെക്നിക്കുകളും ഒക്കെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ലെവലിൽ റിസർച്ച് നടന്നു. അത് കഴിഞ്ഞ് ഒന്നും കൂടി ഇൻഡെപ്ത് ആയ പഠനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ക്വാളിറ്റേറ്റീവ് ലെവലിൽ റിസർച്ച് നടന്നിരുന്നു. 3ാം ഘട്ടമായപ്പോഴേക്ക് അത് രണ്ടും മിക്സ് ചെയ്ത്, ക്വാണ്ടിറ്റി പ്ലസ് ക്വാളിറ്റി രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു റിസർച്ച് അല്ലെങ്കിൽ ആ രീതിയിലുള്ള റിസർച്ചാണ് പിന്നീട് നടന്നത്. അതായത് ക്വാണ്ടിറ്റി. അതിന് ഉദാഹരണം ഉങ്കാറിന്റെയും ലീബറിങ്ങിന്റെ ഒക്കെ പഠനങ്ങൾ അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും കഴിഞ്ഞ് പിന്നെ മിക്സഡും കഴിഞ്ഞ് പിന്നെ വരുന്ന ആർട്ട് ബേസ്ഡ് പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച് ആയിരുന്നു. അതായത് റെസിലിയൻസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രംഗങ്ങൾ, ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നു. ആ സിനാരിയോ അഭിമുഖീകരിച്ചുകൊണ്ട് അതിലൂടെ എങ്ങനെയാണ് അവർ റെസിലിയന്റ് ആകുന്നത്. അതായത് നമ്മളിപ്പോ നാടകങ്ങളൊക്കെ കാണിക്കുന്നവരെ എന്തെങ്കിലും റോള്, ഏതെങ്കിലും റോൾ അഭിനയിക്കുന്നു, ആ റോളിലൂടെ അവരുടെ റെസിലിയൻസ് നേച്ചർ പ്രകടിപ്പിക്കുന്ന ആ രീതിയിലുള്ള, ഉദാഹരണം ഡ്രമറ്റൈസേഷൻ, പെയിന്റിങ്, ഫോട്ടോഗ്രാഫി, അഥവാ ആരെക്കുറിച്ചാണോ അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തെക്കുറിച്ചാണോ നമ്മൾ പറഞ്ഞെങ്കിൽ അവരെ ഏതെങ്കിലും സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ആ സാഹചര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അവരെങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നത്, ആ പ്രശ്നം അഭിമുഖീകരിക്കുന്നതും അതിൽ സക്സസ് നേടുന്നതും എന്ന രീതിയിൽ. അപ്പോൾ ഒന്നുകൂടി ഒരു പാർട്ടിസിപ്പേഷൻ ലെവലിലുള്ളതാണ്. ഇങ്ങനെ റിസർച്ചിന്റെ വ്യത്യസ്തമായ ഘടകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി റെസിലിയൻസ് ഇന്ത്യയിൽ റെസിലിയൻസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ മേഖലയിലെ റിസർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യ എന്ന് പറഞ്ഞൊരു വിശാലമായ രാജ്യം നമുക്കറിയാം. വ്യത്യസ്തമായ കൾച്ചറുകളും ഭാഷയും ദേശീയ പല വൈവിധ്യങ്ങളും, ജോഗ്രഫിക്കൽ ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ഉണ്ട്, റിലീജിയസ് ഉണ്ട്, എത്തിക്കൽ ഉണ്ട്, ഇങ്ങനെ പല. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഈ റെസിലിയൻസ് എന്നൊക്കെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, ഡൈനാമിക് ആണ്. എങ്കിലും ഇന്ത്യയിലും ചെറിയ രീതിയിലൊക്കെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക്
ഗുജറാത്ത് എർത്തുക്വേക്കിന് ശേഷം, അതുപോലെ ഒറീസയിൽ നടന്ന സൈക്ലോണിന് ശേഷമൊക്കെ അവിടെയുള്ള ജനങ്ങൾ ആ എർത്തുക്വേക്കിന് ശേഷം എങ്ങനെയാണ് ആ ഒരു എർത്തുക്വേക്ക് എങ്ങനെ അഭിമുഖീകരിച്ചു, അതിനുശേഷം അവർക്ക് വന്ന ഇമ്പാക്റ്റുകൾ, പിന്നെ അതിനെ അതിജീവിച്ചുകൊണ്ട് ഒന്നുകൂടി അവരെങ്ങനെ പ്രോഗ്രസ് നേടി എന്നുള്ളത്, അങ്ങനെയുള്ള ചില പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ജനങ്ങളെ കുറിച്ച് അവരെ ആ ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചിട്ടും പിന്നീടും മുന്നോട്ട് ഗമിക്കാൻ, പിന്നീടും പ്രോഗ്രസ് അല്ലെങ്കിൽ സക്സസ് നേടാൻ അവരെ സഹായിച്ച ഘടകങ്ങൾ, അതല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി അവരെ എത്രമാത്രം ഇഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടോ, ഏതെല്ലാം ലെവൽ, ഇങ്ങനെയുള്ള പഠനമൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ കോവിഡ്-19 ശേഷം കോവിഡ്-19 വന്നത് കാരണം ഇന്ത്യയിലെ ചില സമൂഹം പലപ്പോഴും ചില വിഭാഗങ്ങൾ, ചില കമ്മ്യൂണിറ്റികൾ, അല്ലെങ്കിൽ ചില റീജിയനിലുള്ള ആൾക്കാർ വലിയധികം പ്രയാസങ്ങൾ അനുഭവിച്ചെങ്കിൽ മറ്റു ചില ഏരിയയിൽ അത്ര ഉണ്ടായില്ല. കാരണം എന്താ, അവരുടെ കൾച്ചറൽ അല്ലെങ്കിൽ അവരുടെ ഉണ്ടായിരുന്ന ഫാമിലി സിറ്റുവേഷൻസ്, പല ഘടകങ്ങളും അവരെ അതിന് റെസിലിയന്റ് ആകാൻ, അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, ഫേസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോവിഡ് എന്ന വലിയ ഒരു മഹാമാരി ഇന്ത്യയിൽ ഒന്നാകെ പടർന്നപ്പോഴും ചില ഏരിയകളുടെ ഇമ്പാക്റ്റ് കൂടുതലായിരുന്നു, ചില ഏരിയ അത്ര ഉണ്ടായിരുന്നില്ല. കാരണം അവരിലുള്ള റെസിലിയൻസ് നേച്ചർ ആകാൻ കാരണം അവരുടെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ റിസ്ക് ഫാക്ടേഴ്സ് കുറച്ച് കുറവായിരുന്നു. ഈ രീതിയിലൊക്കെ ഇന്ത്യയിലും ഈ മേഖലയിൽ പഠനം നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ്, റെസിലിയൻസി എന്ന് പറഞ്ഞ ഈ കോൺസെപ്റ്റിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഈ ഒരു വാക്ക് റെസിലിയൻസി എന്ന വാക്ക് ഇൻവിൻസിബിലിറ്റി അല്ലെങ്കിൽ വൾണറബിലിറ്റി എന്ന രീതിയിലൊക്കെ ആദ്യം ഉപയോഗിച്ചിരുന്നു. ഇൻവിൻസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തപ്പെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവനെ കീഴടക്കാൻ കഴിയില്ല, അങ്ങനെ ഉണ്ടാവില്ലേ. അന്ന് പണ്ട് കാലങ്ങളിലൊക്കെ ചെറിയ കുട്ടികളിലൊക്കെ ഇങ്ങനെ പറഞ്ഞു അവന് ഇൻവിൻസിബിൾ ആണ്, അല്ലെങ്കിൽ അവന് എന്താണ് ഇൻവൾണറബിൾ ആണ്, അവനങ്ങ് തകർക്കാനോ അല്ലെങ്കിൽ കീഴടക്കാനോ കഴിയില്ല എന്നൊക്കെ, അതിന് ചില ക്വാളിറ്റീസ് കണ്ടിട്ട് അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ മനസ്സിലായി അങ്ങനെയൊന്നുമില്ല. ഏതൊരു മനുഷ്യനും ചില സാഹചര്യങ്ങൾ ഭയങ്കര സക്സസ്ഫുൾ ആണെങ്കിലും മറ്റു ചില സാഹചര്യങ്ങൾ അവൻ തകർന്നടിയാം, അല്ലെങ്കിൽ പരാജയപ്പെടാം, അല്ലെങ്കിൽ തോറ്റുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻവൾണറബിലിറ്റി അല്ലെങ്കിൽ ഇൻവിൻസിബിലിറ്റി എന്നൊക്കെ രീതിയിലുള്ള വാക്കുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നീടാണ് ഇങ്ങനെ ഒരു വാക്കിലേക്കൊക്കെ വന്നത്. അപ്പൊ ആദ്യം ഇങ്ങനെയൊക്കെ വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. പിന്നെ മനുഷ്യനുണ്ടാകുന്ന പല ഇമോഷണൽ അല്ലെ ബിഹേവിയർ കാര്യങ്ങളൊക്കെ എന്താണ് ഇവനെ പലപ്പോഴും വൾണറബിൾ ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവൻ ഡിഫീറ്റബിൾ ആകുന്നുണ്ട്. അപ്പൊ ആ വാക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന രീതിയിൽ വന്നു. ഏതായാലും റെസിലിയൻസ് എന്നതും അതിന് സമാനമായിട്ട്, അല്ലെങ്കിൽ അതിന് ഏകദേശം ഒരു സിനോണിമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് കോപ്പിംഗ് എന്നത്. ഇത് രണ്ടും പലപ്പോഴും ഒരേ അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും സത്യത്തിൽ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. പൊതുവെ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധി, പ്രയാസം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുകയും അതിനെ മറികടന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ പ്രതിസന്ധി അല്ലെങ്കിൽ ആ പ്രയാസം അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, എന്തായാലും വേണ്ടില്ല, അതിനോടാണ് പൊരുത്തപ്പെട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ പോരാണ്. അപ്പോൾ ഏത് നെഗറ്റീവ് സാഹചര്യത്തോടും കൂടി ഒപ്പിച്ചു കണ്ട് അങ്ങനെ പോകുന്നതാണ് കോപ്പിംഗ്. റെസിലിയൻസ് ആകുമ്പോൾ അങ്ങനെ ഒപ്പിക്കലൊന്നുമില്ല, നെഗറ്റീവിനോടൊന്നും കോംപ്രമൈസ് ഇല്ല, പോസിറ്റീവ് റെസ്പെക്ട് ആ ലെവലിലൂടെ മാത്രമേ. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവുമായ രണ്ട് ആസ്പെക്റ്റും ഉണ്ടാകും കോപ്പിംഗ് എന്ന് പറയുമ്പോൾ. റെസിലിയൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു നെഗറ്റീവ് മീനിങ് ഒരിക്കലും ഇല്ല, അഥവാ മോശപ്പെട്ട കാര്യമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ആശാസ്യകരമല്ലാത്തതുമായിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയല്ല. ആഗ്രഹിക്കുന്ന കാര്യം എന്ത് വില കൊടുത്തും എങ്ങനെയെങ്കിലും നേടിയെടുക്കുന്നതാണ് റെസിലിയൻസ്. മറ്റേത് ആഗ്രഹിക്കുന്ന കിട്ടിയില്ലെങ്കിൽ പിന്നെ ആകണമാരി ആട്ടെന്നുള്ളത് അല്ലെ, തൊളിക്കുന്നിടത്തേക്ക് പോകണമെങ്കിൽ പോകുന്നിടത്തേക്ക് തൊളിക്കുക എന്നിട്ടില്ലേ, അതേമാതിരി നമ്മൾ കരുതിയത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടുന്നത് എടുത്ത് പൊരുത്തപ്പെടുന്നതാണ് കോപ്പിംഗ് എന്നുള്ളത്. ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് വിപ്ലവങ്ങൾ ഉണ്ടാകുക. ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ളത് ഒരു വിപ്ലവമല്ല. ഒഴുക്കിനനുസരിച്ച് നീന്തിയിട്ട് അക്കരെ എത്തലാണ് കോപ്പിംഗ്. പക്ഷേ ഒഴുക്കിനെതിരെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്താൻ വേണ്ടി ഒഴുക്കിനെതിരെ കുറുകെ ഒന്നുകിൽ നേരത്തെ അങ്ങനെ നീന്തിയിട്ട് ലക്ഷ്യത്തിലെത്തലാണ് റെസിലിയൻസ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസതാണ്. അപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാനുള്ള സ്ട്രാറ്റജികള്, സ്കില്ലുകള്, കഴിവുകളൊക്കെ നേടിയിട്ട് അത് മറികടക്കലായിരിക്കും റെസിലിയൻസ്. മറ്റെങ്ങനെ അത് കഴിയില്ലെങ്കിൽ വല്ലാണ്ട് ഒഴിഞ്ഞു പോകുക. ഉദാഹരണം PG എക്സാം ആയിട്ടുണ്ട്, ഡിസംബറിലാണ് എക്സാം എഴുതുന്നത്, അതിനിപ്പോൾ കുറച്ച് പഠിക്കാനുണ്ടല്ലോ, ഓക്കെ, കുത്തിയിരുന്ന് പഠിച്ച് ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ പരീക്ഷ എഴുതുന്നു റെസിലിയന്റ്. അതിപ്പോ നടക്കില്ല, ഇനി പഠിത്തമല്ല എഴുതാം, അത് കോപ്പിംഗ് ആണ്, അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോവുക, അതൊരു കോപ്പിംഗ് ആണ്. റെസിലിയൻസ് എന്ന് പറയുമ്പോൾ അതിൽ റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണോ? യെസ്, റിസ്ക് വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് നേരിടുന്നു, മറ്റേതങ്ങനെല്ലാം ഒപ്പിച്ചാൽ പോകുന്നു, റിസ്ക് എടുക്കാൻ നമ്മൾ റെഡി ആവില്ല. ഓക്കെ.
റെസിലിയന്റ് പിന്നെ ഈ റെസിലിയൻസ് എന്നുള്ള വാക്ക് അത് നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പൊ എന്താണ്? ഏത് പ്രതിസന്ധി നേരിടാനുള്ള ഒരു തന്റെ ഇടം, മനക്കരുത്ത്, എന്നിട്ട് സക്സസ് ആകുക, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇതിനോട് അനുബന്ധമായ ഇതിന് സമാനമായ അർത്ഥം നൽകുന്ന കുറെ വാക്കുകൾ സൈക്കോളജിയിലുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതായിരിക്കും. അതിനോട് അതേ ഒരു മീനിങ്ങിൽ വരുന്നതാണ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്. നമുക്കറിയാം PTSD എന്ന് പറയും. പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് പറഞ്ഞ ഒരു ട്രോമ വരുന്നു, ആ ട്രോമയിൽ തകരാതെ അതിനുശേഷം വളർന്ന് കുറച്ചുകൂടി പന്തലിച്ച് വരുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ എന്തോ ഒരു പ്രതിസന്ധി ഉണ്ടായി, ഇപ്പോൾ ഉദാഹരണം നല്ല കുടുംബജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ പിരിഞ്ഞു പോയാൽ മറ്റേ ആൾ ചിലപ്പോൾ ഒന്നാണ് സ്റ്റെക്കാവും, ഒന്ന് വിറച്ചു പോകും, ചിലപ്പോൾ അവിടെ എന്താവും, ഒന്ന് ഡിമ്മാകും, പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ കരകയറി വരുന്നതാണ് PTSD. അതാണ് റെസിലിയൻസ് പറഞ്ഞാൽ അതല്ല, എന്നാൽ അതിന് സമാനമാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് അഡാപ്റ്റേഷൻ എന്നൊരു സാധനമുണ്ട്. പോസിറ്റീവ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് സാഹചര്യങ്ങൾ ഇങ്ങനെ പൊരുത്തപ്പെട്ട് അങ്ങനെ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അങ്ങനെ പൊരുത്തപ്പെട്ടു പോവുക, അതല്ല. അതും അതിന്റെ അപ്പുറവുമാണ്. പേഴ്സണൽ ഗ്രോത്ത് ഏത് വ്യക്തിക്കുണ്ടല്ലോ, വർഷങ്ങൾ കഴിയുമ്പോൾ എക്സ്പീരിയൻസ് ഒരു ഗ്രോത്ത് ഉണ്ടാകുമല്ലോ, അതാണോ റെസിലിയൻസ്? അതല്ല, അതും അതിന്റെ അപ്പുറവുമാണ്. ബെനിഫിറ്റ് ഫൈൻഡിങ്, എന്ത് കാര്യത്തിലും ഒരു ബെനിഫിറ്റ് കണ്ടെത്തുക, എന്തെങ്കിലും മെച്ചം കണ്ടെത്തുക, ഇക്കണോമിക്കലി കാര്യങ്ങളെയും അങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഇതിനോട് സമാനമായി വരുന്നതാണ്, എന്നാൽ ഇതൊക്കെ വ്യത്യസ്തമാണ്. ഇതെല്ലാം കൂടുന്നതും ഇതിന്റെ അപ്പുറത്തേക്ക് കുറച്ചെന്തൊക്കെ ഉള്ളതാണ് ഈ പറഞ്ഞ റെസിലിയൻസ് എന്നുള്ളത്. അല്ല പറഞ്ഞാൽ റെസിലിയൻസ് ഉള്ള ഒരാൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്തായിരുന്നാലും ഔട്ട്കം പോസിറ്റീവ് ആയിരിക്കും. പലപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയതും എക്സ്പെക്റ്റഡുമായ റിസൾട്ടുകളൊക്കെ റെസിലിയൻസ് ഉള്ളവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ റെസിലിയൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? റെസിലിയൻസ് പറഞ്ഞാൽ പൊതുവെ നമ്മൾ മനസ്സിലാക്കുക ബൗൺസിങ് ബാക്ക് എന്നുള്ള ഒരു തിരിച്ചുവരവ്. ഒരു അടിതെറ്റി വീണിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കല്ല, മറിച്ച് ഒന്ന് എണീറ്റ് വന്നിട്ട് വീണ്ടും അടിക്കാനുള്ള അതാണ് റെസിലിയൻസ് എന്നാണ് മനസ്സിലാക്കുക. ബൗൺസിങ് ബാക്ക് അത് മാത്രമല്ല, അതിനു പുറമെ പിന്നെയും മുന്നോട്ട് പോവുക, ബൗൺസിങ് ഫോർവേഡ്, അതും കൂടി ഉണ്ട്. ഹൈ ജമ്പിനൊക്കെ നമ്മൾ പിന്നിന്ന് ഓടി വന്നിട്ടാണ് ചാടല് അല്ലേ, ആ ചാടിയിട്ട് നിൽക്കുന്നില്ല, പിന്നെ ഓടുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ. ബൗൺസിങ് ബാക്ക് മാത്രമല്ല, മറിച്ച് ബൗൺസിങ് ഫോർവേഡ്. അപ്പോൾ പരാജയം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് കരയുന്നതിന് പകരം അവിടുന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ പരാജയത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ട് പോകലാണ് റെസിലിയൻസ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതുമാത്രമല്ല മുന്നോട്ട് പോയി അതിന്റെ അപ്പുറത്തേക്കുള്ള കുന്നുകൾ കീഴടക്കൽ, അതിന്റെ അപ്പുറത്തേക്കുള്ള വെല്ലുവിളികൾ കീഴടക്കലാണ് റെസിലിയൻസ്. അപ്പോൾ ബൗൺസിങ് ബാക്ക് പ്ലസ് ബൗൺസിങ് ഫോർവേഡ്, ഇത് രണ്ടും കൂടി കൂടിയതാണ് റെസിലിയൻസ് എന്നുള്ളത്. ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ റെസിലിയൻസിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രെയിറ്റ് ആണോ, പ്രോസസ് ആണോ, സ്കില്ലാണോ, അതല്ല ഔട്ട്കം ആണോ എന്നൊരു ചർച്ച നടക്കും, ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ മനസ്സിലായി ഇതൊരു ട്രെയിറ്റ് ആണ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാല് ജന്മനാ നമുക്കുള്ള അല്ലെങ്കിൽ പെട്ടെന്നൊന്നും മാറ്റിമറിക്കാൻ കഴിയാത്ത നമ്മൾ അന്തർലീനമായ ഒരു ഇന്റേണൽ ക്വാളിറ്റി ആണ് എന്നാണ് മനസ്സിലാക്കിയത്, ട്രെയിറ്റ് ആണ്. പിന്നെ ഇവരിങ്ങനെ പഠിച്ചു അതല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് ദമ പോഖരാക്കാരന, ഇതല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് ഇതൊരു പ്രോസസ്സാണ്. ഇന്റേണൽ ക്വാളിറ്റി അല്ല, മറിച്ച് അതും പ്ലസ് എൻവയോൺമെന്റുമായിട്ട് സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് അതിനോട് ഇങ്ങനെ മറികടന്ന് അതിജീവിക്കുന്ന ഒരു പ്രോസസ്സാണെന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെയുമല്ല, അങ്ങനെ അതിജീവിക്കാനുള്ള ഒരു സ്കില്ലുണ്ടല്ലോ, കഴിവ്, പ്രാക്ടീസിലൂടെയും എക്സ്പീരിയൻസിലൂടെയും നേടിക്കുന്ന ഒരു സ്കില്ലാണെന്ന് മനസ്സിലാക്കി. പിന്നെ പറഞ്ഞു ഇതുമല്ല, ട്രെയിറ്റുമല്ല, പ്രോസസ്സുമല്ല, സ്കില്ലുമല്ല, അതിൻ്റെ അപ്പുറം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഔട്ട്കം ഉണ്ട്, അതാണ് റെസിലിയൻസ്. അപ്പോൾ റെസിലിയൻസിന്റെ പഠനം ഇങ്ങനെ പോയി ട്രെയിറ്റിൽ തുടങ്ങി, പിന്നെ അതല്ല പ്രോസസ്സാണെന്ന് പറഞ്ഞു, അതല്ല സ്കില്ലാണെന്ന് പറഞ്ഞു, അതുമല്ല അതൊരു ഔട്ട്കം ആണ് എന്ന രീതിയിലൊക്കെ ഇത്. അപ്പോൾ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ചാപ്റ്റർ നമ്പർ 9 കേട്ടോ, ശ്രദ്ധിക്കണേ. ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ 1-2 കോൺസെപ്റ്റുകൾ ഏതാണെന്ന് വെച്ചാല്, നമ്മൾ പറഞ്ഞു റെസിലിയൻസ് എന്താണെന്നുള്ളത്. റെസിലിയൻസിനെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. അതിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റിയിൽ അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പുഴയിൽ എന്തെങ്കിലും ഒരു സാധനം വീണ് വലിയ ഒരു മരം വീഴുകയോ, അല്ലെങ്കിൽ ഒരു പുഴയല്ല, ഒരു ചെറിയ തോടായിക്കോട്ടെ, പുഴയിലൊക്കെ നമ്മൾ തടസ്സം ഉണ്ടാക്കേണ്ട, ഒരു ചെറിയ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ തോടിൽ, ഒരു അരുവിയിൽ വലിയ ഒരു മരം വീണ് ആ വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സം
വന്നില്ല. അപ്പോൾ അതിന് മരം വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു തടസ്സം ഉണ്ടാകും. അതൊരു അഡ്വേഴ്സിറ്റിയാണ്. അല്ലെങ്കിൽ സ്മൂത്തായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇടയിൽ വന്നുകൊണ്ട് അവിടെ ഒരു തടസ്സം ഉണ്ടാകുന്നു. ഇതൊരു അഡ്വേഴ്സിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷനെ അല്ലെങ്കിൽ ഫ്ലോനെ ബാധിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ അഡ്വേഴ്സിറ്റീസ് എന്ന് പറയും. ഈ അഡ്വേഴ്സിറ്റിനെ മറികടക്കാനുള്ള കഴിവിനെയാണ് റെസിലിയൻസ് എന്ന് മനസ്സിലാകുന്നത്. ഇതിൽ പഠിക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റാണ് റിസ്ക്. റിസ്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു 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 സംഭവമാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ അല്ലെങ്കിൽ അൺഫേവറബിൾ ആയ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുന്ന എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമുക്ക് റിസ്ക് എന്ന് പറയാം. ഉദാഹരണം, ഒരു ഇലക്ട്രിസിറ്റി വയർ, കേബിള് സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ കേബിളുമ്പോൾ പോയി തൊട്ട് കഴിഞ്ഞാൽ എന്താവും? ഷോക്ക് അടിക്കും. ഈ ഷോക്ക് അടിക്കുക എന്നുള്ള നമുക്ക് എത്ര ഫേവറബിൾ ഒന്നും അല്ല, അത് ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷെ അങ്ങനെ ഒരു സാധനം ഉണ്ടാകാനുള്ള കാരണം എന്താ? അവിടെ ആ ഒരു വയർ ഓൺ ആക്കിയിട്ട് അത് റിസ്ക് ആണ്. ഒഴുക്കുള്ള വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒലിച്ചു പോകും, ചിലപ്പോൾ മുങ്ങിപ്പോകും, അതൊരു റിസ്ക് ആണ്. അപ്പോൾ അപ്പോൾ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുന്ന ഏതൊരു സാഹചര്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സംഭവം ഉണ്ടെങ്കിലും പ്രതിഭാസം അത് റിസ്ക് ആണ്. ഈ റിസ്കിനെ മറികടക്കാൻ ഇവനെ പ്രാപ്തമാക്കുന്ന ഒരു സംഭവം ഉണ്ട്, അതാണ് റെസിലിയൻസ്. അപ്പോൾ അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലോയെ തടസ്സം ചെയ്യുന്നത്, റിസ്ക് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയ റിസൾട്ടിലേക്ക് എത്തിക്കുന്ന ഒരു പശ്ചാത്തലം. ഇത് രണ്ടും എന്താണ്? നമ്മുടെ റെസിലിയൻസുമായി ഇതാണ്. ഇതിനെ മറികടക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ് റെസിലിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അഡ്വേഴ്സിറ്റിയും റിസ്ക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? കേട്ടില്ല. അഡ്വേഴ്സിറ്റിയും റിസ്ക്കും തമ്മിൽ മെയിൻ ഡിഫറൻസ് എന്താ വരുന്നത്? എന്താ രാമായണം വായിച്ചിട്ട് രാമസീത എപ്പടി എന്ന് പറഞ്ഞ ഏരിയല്ലോ ഇതുവരെ പറഞ്ഞ പോതല്ലേ. അതെ, അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞ ഉദാഹരണം നമുക്കിപ്പോ ഇവിടെ നമ്മളിപ്പോ ഖത്തറിലാണ് ജീവിക്കുന്നത് അല്ലേ. ഒരു 4-5 വർഷം മുമ്പ് സൗദിയും ദുബായും ഈജിപ്തും ഒക്കെ എന്ത് ചെയ്തു? ഇവർക്കെതിരെ അതൊരു അഡ്വേഴ്സിറ്റിയാണ്. വേൾഡ് കപ്പിന്റെ മുമ്പ് അതിനെ അവർ മറികടന്നു. ഒരു ലാർജ് സ്കെയിൽ ഇവന്റ്, ലൈക്ക് ഈ വാർ, പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ അഡ്വേഴ്സിറ്റിയാണ്. പക്ഷേ ഇതിനെയൊക്കെ മറികടക്കാൻ ഈ രാജ്യത്തിന് അതിനൊരു ത്രാണി, തൃഷ്ണത അല്ലെങ്കിൽ കഴിവ്, സ്കില്ല് ഈ രാജ്യം ഭരിക്കുന്നവർക്ക് ഉണ്ടായിരുന്നു. അത് അവരുടെ ഒരു റെസിലിയൻ നേച്ചറാണ്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, റിസ്ക്കും അഡ്വേഴ്സിറ്റി എന്ന് പറയുന്നത് ആ വരുന്ന തടസ്സത്തിനാണോ പറയുന്നത്, അല്ല അതിന് ആ റെസിലിയൻസ് പവറിനെയാണോ? ആ ഒരു സ്മൂത്തായ പോക്കിന്, ഇതുവരെ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സമരസപ്പെട്ടു ഇങ്ങനെ പോകുന്ന അതിന് തടസ്സമാകുന്ന ഒരു സാധനം ഉണ്ടായി, അതാണ് അഡ്വേഴ്സിറ്റി. ഈ അഡ്വേഴ്സിറ്റിയെ മറികടക്കാൻ ഇവരെ പ്രാപ്തമാക്കിയ ഒരു കഴിവ് ഇവരുണ്ട്, അതാണ് ഇവരുടെ റെസിലിയൻസ്. ഓക്കെ. അപ്പൊ റിസ്ക് ആണ് അഡ്വേഴ്സിറ്റി അല്ലേ? റിസ്ക് അല്ല, റിസ്ക് വേറെ, റിസ്ക് വേറെ. വേൾഡ് കപ്പ് നടത്തുന്ന സമയത്ത് കുറെ റിസ്കുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ മറികടക്കാൻ ഇവർ വഴികൾ ചെയ്തു. അതായത് ഇപ്പോൾ ഇത്രയും ആൾക്കാരെ ട്രാൻസ്പോർട്ട്, ഇപ്പോൾ ലക്ഷക്കണക്കിന് കോടി ആൾക്കാർ വരുമ്പോൾ ഇവരെ ഈ ചെറിയ രാജ്യത്ത് എങ്ങനെ മാനേജ് ചെയ്യും? അതൊരു ട്രാൻസ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഒരു അക്കോമഡേഷൻ ലെവലിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇവന്റ് മാനേജ്മെന്റ് റിസ്ക്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അതിനെ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതിന്റെ വഴികൾ കണ്ടെത്തി. അപ്പൊ എന്തായി? അവരെടുത്ത് എന്താ പറയുക, നേരത്തെ പറഞ്ഞല്ലോ പോസിറ്റീവ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടീവ് ഫാക്ടേഴ്സ് ഇവരുണ്ടാക്കി. അതായത് നല്ല ട്രാൻസ്പോർട്ട് സംവിധാനം, മെട്രോ സംവിധാനം, ഈ ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ കൺജഷൻ ഒന്നും ഇല്ലായിരിക്കല്ല, ആ മുവാസലാത്തിന്റെ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇവർക്ക് ആ റിസ്ക് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. ഇത് ചെയ്തില്ലെങ്കിൽ റിസ്ക് ആകുമായിരുന്നു. ആ റിസ്കിനെ തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ട്, റെസിലിയൻസ്. അപ്പോൾ റെസിലിയൻസ് എന്ന് പഠിക്കുമ്പോൾ അതിനോട് അനുബന്ധമായി മനസ്സിലാക്കേണ്ട ചില പോയിന്റുകളാണ്. അഡ്വേഴ്സിറ്റി ഉണ്ടാകാം, റിസ്ക് ഉണ്ടാകാം. ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ. ഒരു കുഞ്ഞ് പാവപ്പെട്ട കുടുംബത്തിൽ ജനിക്കുകയാണെങ്കിൽ അവന് ഭാവിയിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ പാവപ്പെട്ട കുടുംബമാണെങ്കിലും ലവിങ്ങും കെയറിങ്ങുമായ പാരൻസ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ എല്ലാവിധ പ്രൊട്ടക്ഷനും ഉള്ള ഒരു കുടുംബമാണ്, സാമ്പത്തികമായി ഞെരുക്കമുണ്ടെങ്കിലും കെയറും പ്രൊട്ടക്ഷനൊക്കെ കിട്ടുമ്പോൾ തന്നെ ആ കുട്ടി റെസിലിയന്റ് ആവും. അതും ഇല്ലാതെ വന്നാലോ റിസ്കിന്റെ ലെവൽ കൂടി, അപ്പോൾ റെസിലിയൻസ് നഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ പഠിക്കേണ്ട വേറൊരു പോയിന്റാണ്, മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്, റിസ്ക് കഴിഞ്ഞാൽ എന്തായിരുന്നു? അഡ്വേഴ്സിറ്റി കഴിഞ്ഞാൽ റിസ്ക് കഴിഞ്ഞാൽ സോറി ട്ടാ, ഇതൊരു PDF ആയതുകൊണ്ടുള്ളൊരു സോറിയാണ്. ക്യുമുലേറ്റീവ് റിസ്ക്. ക്യുമുലേറ്റീവ് റിസ്ക്. റിസ്കിന് പുറമെ റിസ്ക്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, ഇവിടെ നമ്മൾ വേൾഡ് കപ്പ് ആകുന്ന സമയത്ത് ഇവർക്ക് ഇവരുടേതായ കുറെ അതൊക്കെ പോയ ബുദ്ധിമുട്ട്, നമുക്ക് എളുപ്പമുള്ള കാര്യം പറയാം.
ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിക്ക് ഏതൊരാൾക്കും വളരാൻ ഏറ്റവും നല്ല ഒരു കുടുംബ സാഹചര്യം വേണം. സാമ്പത്തികമായും മാനസികമായും എല്ലാം കൊണ്ട് പൊരുത്തപ്പെട്ടൊരു കുടുംബം ഉണ്ടായിരിക്കണം. സാമ്പത്തിക ഞെരുക്കുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ചെറുപ്പത്തിൽ തന്നെ കുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടു പോയത്. അവർ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴേക്ക് അമ്മ മരണപ്പെട്ടു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതിസന്ധി വന്നു, പിന്നെ രോഗങ്ങൾ വന്നു. അപ്പോൾ ഒരു റിസ്കിന് പുറമെ മറ്റൊരു റിസ്ക്. ഈ റിസ്ക് കൂടെ ഒക്കെ ഇങ്ങനെ കൂടി വന്നപ്പോൾ ഇതിന്റെ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെ ഒന്നിന് പുറകെ മറ്റൊന്ന്, അല്ലെങ്കിൽ ഒരേ സമയം പലതും ആകുമ്പോൾ അതിന്റെ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. അതിനൊക്കെ മറികടക്കണമെങ്കിൽ അത്രയും വലിയ റെസിലിയൻസ് പവർ അദ്ദേഹത്തിന് വേണം, ആ കുട്ടിക്ക് വേണം. മനസ്സിലായോ? നല്ലൊരു വീടില്ലാത്തൊരവസ്ഥ, നല്ല ഹെൽത്ത് കെയർ ഇല്ലാതെ, നല്ല സ്കൂൾ സംവിധാനം ഒന്നും ഇല്ലെങ്കിൽ ആ കുട്ടി എന്താകും? എല്ലാം കൊണ്ടും പിന്നാക്കമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിസ്കിന്റെ ഘടകങ്ങൾ ഇങ്ങനെ കൂടി ആ റിസ്കിന്റെ ഘടകങ്ങൾ കൂടി വരുന്നതിൻ്റെയൊക്കെ ടോട്ടൽ ഇമ്പാക്റ്റ് നമ്മൾ ക്യുമുലേറ്റീവ് റിസ്ക് എന്ന് പറയും. ഓക്കെ, ഇതിനൊക്കെ പുറമെ കുട്ടിയെ മാനസികമായിട്ടോ ശാരീരികമായോ പീഡിപ്പിക്കുന്നതും കൂടി ഉണ്ടായാലോ അപ്പോഴും റിസ്ക് കൂടി. അങ്ങനെ ഇതിന്റെയൊക്കെ ടോട്ടൽ ഇമ്പാക്ട്, നെറ്റ് റിസൾട്ട്. പിന്നെ വരുന്നതാണ് പ്രോക്സിമൽ റിസ്ക്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനോട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവനെ അഭിമുഖീകരിക്കുന്നതാണ് പ്രോക്സിമൽ റിസ്ക്. അതിന്റെ അപ്പുറത്ത് വരുന്ന ഒരു ഡിസ്റ്റന്റ് ഒരു റിസ്ക് വേറെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് കേട്ട് നിങ്ങൾക്ക് ഡിസ്ക് പോകണ്ട. പ്രോക്സിമൽ റിസ്ക് കഴിഞ്ഞാൽ പിന്നെ ഡിസ്റ്റൽ റിസ്ക്. ഈ രണ്ട് റിസ്ക് തമ്മിൽ മനസ്സിലാക്കുക. നമ്മൾ സെക്കൻഡ് സൈക്കോളജി MPC2 ഏതായിരുന്നു? ലൈഫ് പാൻ സൈക്കോളജി അല്ലേ? ലൈഫ് പാൻ സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂറി ബ്രോൺഫിയറിന്റെ ഒരു ഇക്കോളജിക്കൽ സിസ്റ്റം തിയറി. ഏതൊരു വ്യക്തിയുടെയും ഡെവലപ്മെന്റിൽ അവനെ ബാധിക്കുന്ന 5 ലെയറുകൾ, ഉള്ളിയുടെ തൊലി പോലെ 5 ലെയറുകളുണ്ട്. ഒന്ന് മൈക്രോ സിസ്റ്റം, മീസോ സിസ്റ്റം, എക്സോ സിസ്റ്റം, മാക്രോ സിസ്റ്റം, ക്രോണോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. മൈക്രോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്. ഇപ്പൊ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വളർച്ചയിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, ആ ഒരു സിബ്ലിങ്സ് ഒക്കെ ഉള്ള അതാണ് അവന്റെ മൈക്രോ സിസ്റ്റം. അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നൈബർഹുഡ്, കുറച്ചുകൂടി അപ്പുറത്തുള്ള റിലേറ്റീവ്സ്, സ്കൂള്, മദ്രസ, അവന് പിന്നെ കുറച്ച് വലുതാകുമ്പോൾ ഇടപെടുന്നത്, അതാണ് മീസോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫാമിലിയും അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നതാണ് എക്സോ സിസ്റ്റം. അതിന്റെ മേലെ പോകുന്നതാണ് മാക്രോ സിസ്റ്റം. അതിനൊക്കെ കവർ ചെയ്യുന്നതാണ് ക്രോണോ സിസ്റ്റം. ഇതൊക്കെ ഇവനെ സ്വാധീനിക്കുന്നുണ്ട്. ഇതേ രൂപത്തിൽ തന്നെ റിസ്കിലേക്ക് വരുമ്പോൾ ഇവനെ ഇമ്മീഡിയറ്റ്ലി ഈ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഗ്രോത്തിനെ ഇമ്പാക്ട് ചെയ്യുന്ന ആദ്യ ഘടകങ്ങളെയാണ് പ്രോക്സിമൽ റിസ്ക് എന്ന് പറയുന്നത്. എന്നാൽ അതും അതിന്റെ അപ്പുറത്തേക്കുമുള്ള സാധനങ്ങളെയാണ് ഡിസ്റ്റൽ റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻവയോൺമെന്റ്. ഉദാഹരണം, നമ്മളിപ്പോൾ കേരളത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ അവന്റെ ഒരു വെൽനെസ്സിനെ അവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം ബാധിക്കുന്നുണ്ട്. ഇത് ഇവനായിട്ടൊരു ബന്ധമില്ല, പക്ഷെ അവൻ്റെ കാരണം ആ പൊളിറ്റിക്കൽ സിസ്റ്റം മാറുമ്പോഴേക്ക് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. സാധനങ്ങളുടെ വിലയിൽ നമുക്കറിയാലോ, ചെറിയൊരു വിഷയം വരുമ്പോഴേക്ക്, ഉദാഹരണം ഉക്രൈനും റഷ്യയും തമ്മിൽ ചെറിയൊരു ഇടി ഉണ്ടായപ്പോഴേക്ക് സ്വർണ്ണത്തിന്റെ വില കൂടി. സ്വർണ്ണത്തിന് വില കൂടുമ്പോൾ സാധനങ്ങളുടെ വില കൂടി. സാധനത്തിന് വില കൂടുമ്പോൾ വീട്ടിലെ സാഹചര്യങ്ങൾ മാറി. ഉപ്പാന്റെ ഉമ്മാന്റെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് നൽകുന്നത് പ്രോക്സിമൽ, ഡിസ്റ്റന്റ് ഇഫക്റ്റ് നൽകുന്ന കുറച്ചുകൂടി അപ്പുറത്തേക്കുള്ളതിനെ നമ്മൾ ഡിസ്റ്റന്റ്. ഇങ്ങനെ പറഞ്ഞാൽ ഈ നമ്മൾ റെസിലിയൻസ് പഠിക്കുമ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക, ഈ റിസ്കിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞു സാധനം അതൊക്കെ ഇനി അടുത്ത്. ഇതിൽ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് പ്രൊട്ടക്റ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞു റെസിലിയന്റ് ആകണമെങ്കിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൽ ഇന്റേണലായ ചില ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അതോടുകൂടെ അവനെ ചുറ്റിപ്പറ്റിയുള്ള എക്സ്റ്റേണലായ ചില ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ റെസിലിയന്റ് ആകാൻ ഇവനെ സഹായിക്കുന്ന എന്തെല്ലാം ഘടകങ്ങളുണ്ടോ, ഇവനെ വൾണറബിൾ ആകാതെ, പരാജയപ്പെടാതെ, തോറ്റുപോകാതെ മുന്നോട്ട് ഗമിക്കാൻ ഇവനെ സഹായിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയാം. ഉദാഹരണം, ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് എന്തോ ഒരു പ്രയാസമുള്ള കുട്ടിയാണ്, പക്ഷെ അവനെ ലവിങ്ങും കെയറിങ്ങും എല്ലാം നൽകുന്ന ഒരു പാരൻസ് ഉണ്ടെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഒഴിവാക്കിയ ഒരാളില്ലായിരുന്നു നമ്മളെ എഡിസനോ, ഐസക് ന്യൂട്ടൻ, ആരെ കുറിച്ച് പറയാറുണ്ടല്ലോ, പഠിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ കണക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ കുട്ടി ഇവിടെ പ്രാപ്തനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞുവിട്ടു. പക്ഷേ അമ്മ എന്ത് ചെയ്തു? നിന്നെ പഠിപ്പിക്കാൻ അവർക്ക് കഴിയില്ല, അല്ലെങ്കിൽ നിന്നെ പഠിപ്പിക്കാൻ മാത്രമുള്ള ബുദ്ധി അവർക്കില്ല, കഴിവ് അവർക്കില്ല എന്ന് പറഞ്ഞ് തിരുത്തി. അങ്ങനെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടർ ഉള്ളതുകൊണ്ട് അദ്ദേഹം വലിയൊരു സയന്റിസ്റ്റ് ഒക്കെ ആയി. അഥവാ തകർത്ത് കളയാതെ അവനെ സംരക്ഷിക്കുന്നൊരു പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഇന്റേണൽ ഉണ്ടാകാം, എക്സ്റ്റേണൽ ഉണ്ടാകാം. ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഉള്ളിൽ, വിത്തിൻ സെൽഫിലുള്ള. ഉദാഹരണം, ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് സെൽഫ് എസ്റ്റീമും സെൽഫ് എഫിക്കസി ഉണ്ടോ, അവന് റെസിലിയന്റ് ആയിരിക്കും. സെൽഫ് എസ്റ്റീമും സെൽഫ് എഫിക്കസിയും സെൽഫ് വാല്യൂ ഒന്നും ഇല്ലേ, അവന് മിക്കവും പരാജയപ്പെടും.
അതേ സമയത്ത് തന്നെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിയിലുള്ള അല്ല, പക്ഷേ വ്യക്തിയെ വളരാനും കീഴടക്കാനും സഹായിക്കുന്ന ചില ഘടകങ്ങളുണ്ടാവും. അതിന് നമ്മൾ സപ്പോർട്ടീവ് ഫാക്ടേഴ്സ് എന്നാണ്. ഇപ്പോൾ ഉദാഹരണം ലവിംഗ് ആയ ഒരു ഫാമിലി, അല്ലെങ്കിൽ ഇന്റിമേറ്റ് റിലേഷൻസും പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻസും എല്ലാം ഉള്ള ഒരു കുടുംബം, അതല്ലെങ്കിൽ നല്ല രീതിയിൽ പഠനം നടക്കുന്ന ഒരു സ്കൂൾ സാഹചര്യം, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സാമൂഹിക പശ്ചാത്തലം, ഇതൊക്കെ എന്താണ് അതൊക്കെ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇന്റേണൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഒരു വ്യക്തിയെ സംബന്ധിച്ച് സെൽഫ് എസ്റ്റീം, സെൽഫ് എഫിക്കസി, ഇന്റേണൽ ലോക്കസ് കൺട്രോൾ, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, എബിലിറ്റി ടു ബിൽഡ് മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ്, ഹോപ്പ്, ഇതൊക്കെ വ്യക്തിയുടെ ഉള്ളിലുള്ളതാണ്. ഓരോ വ്യക്തിക്കുള്ളതാണ്. അതിന്റെ ഏറ്റക്കുറച്ചിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഈ എന്താ പറയുക ഇന്റേണൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ കൂടാം കുറയാം. എന്നാൽ അതേസമയം എക്സ്റ്റേണൽ ആണ്, വ്യക്തിയിലുള്ള അല്ല, പക്ഷേ വ്യക്തിയെ കൂടുതൽ സ്വാധീനിക്കുന്ന സപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ നെഗറ്റീവോ ആകാൻ സാധ്യതയുള്ള ഫാക്ടേഴ്സ് ആണ് ഫാമിലിയും കമ്മ്യൂണിറ്റിയും. ഫാമിലി ഒരു സ്റ്റേബിൾ ഹോം എൻവയോൺമെന്റ് ആണ്. അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നമില്ല, ബ്രദേഴ്സും സിസ്റ്റേഴ്സും തമ്മിൽ പ്രശ്നമില്ല, ഭയങ്കര റെസ്പെക്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും കോപ്പറേഷനും ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഓക്കെ, ഇവൻ പോസിറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കും. നേരെ തിരിച്ച് എന്നും അടിയും പിടിയും കുട്ടിയാണെങ്കിൽ ഇവൻ എന്താ ഒരു ചെറിയൊരു പോരായ്മ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അറ്റാച്ച്മെന്റ്, പോസിറ്റീവ്, ഇതൊക്കെ ഉണ്ട്. സ്റ്റീരിയൽ നോക്കിയാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോ നേരത്തെ നമ്മൾ റിസ്കിന്റെ കാര്യം പറഞ്ഞു. ക്യുമുലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് അതിനുപോലെ മറ്റൊന്ന് ഇങ്ങനെ കുറെ റിസ്കുകൾ ഒരുമിച്ച് കൂടി അതിന്റെയൊക്കെ ടോട്ടൽ ഇമ്പാക്റ്റിന് നമ്മൾ ക്യുമുലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് പ്രൊട്ടക്ഷനും, അതായത് നല്ല ലവിങ്ങും കെയറിങ്ങും ഉള്ള ഒരു ഫാമിലി, അതിനേക്കാൾ ഉപരി നല്ല കമ്മ്യൂണിക്കേഷനും സപ്പോർട്ടും എൻകറേജ്മെന്റും ഉള്ള ഒരു ഫാമിലി, അതിനേക്കാൾ ഉപരി നല്ല പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അതിനേക്കാൾ ഉപരി എല്ലാവിധ സഹായവും എൻ്റെ സപ്പോർട്ടും ചെയ്യുന്ന എന്താ പറയുക കൂട്ടുകാർ, ഇങ്ങനെ എല്ലാം കൊണ്ടും ഒത്തു വന്ന ഒരു കുട്ടി, അവന് റെസിലിയൻസ് നേച്ചർ കൂടുതലായിരിക്കും. കാരണം അവന് കിട്ടിയ ആ ഒരു എൻവയോൺമെന്റിലുള്ള മുഴുവൻ പ്രൊട്ടക്റ്റീവ് ആണ്. അതിൻ്റെയൊക്കെ ആകെത്തുകയാണ് ക്യുമുലേറ്റീവ് പ്രൊട്ടക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ റെസിലിയൻസിനെ കുറിച്ചുള്ള തിയററ്റിക്കൽ പഠനമാണ്. ഇതിനെക്കുറിച്ച് റിസർച്ച് നടന്നു, പിന്നെ പല രീതിയിലുള്ള പഠനങ്ങൾ നടന്നു എന്നൊക്കെ പറയാം. അതിൽ ഒന്നാമത്തെ ഒരു ഗുഡ്ബർഗിന്റെ പാരഡൈം ഓഫ് റെസിലിയൻസ് 1999 നടന്ന ഒരു ഇതാണ്. ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു മോഡൽ, ഇദ്ദേഹം റെസിലിയൻസിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു മോഡലാണ് ഗുഡ്ബർഗിന്റെ പാരഡൈം റെസിലിയൻസ് പാരഡൈം എന്നോട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഏതൊരു വ്യക്തിയെയും അഡ്വേഴ്സിറ്റിയെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ, റിസ്കുകളെ അഭിമുഖീകരിക്കാൻ പ്രാപ്തമാക്കുന്ന ചില പോയിന്റുകൾ, ചില വിഷയങ്ങൾ, ചില ആശയങ്ങൾ നമുക്ക് വേണം. അത് യുവാക്കളിലാണെങ്കിൽ ഈ ഏത് പ്രതിസന്ധിയും ഏത് ചലഞ്ചസിനെയും കോമ്പാറ്റ് ചെയ്യാനും അതിനെ മറികടക്കാനുള്ള ഒരു വേണം. അതിന് അദ്ദേഹം ഉപയോഗിച്ച 3 കോമ്പണൻസുകളാണ് ഐ ഹാവ്, ഐ ആം, ഐ ക്യാൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എന്നിലില്ല, പക്ഷേ എൻ്റെ സറൗണ്ടിങ്ങിലുണ്ട്, അതായത് എക്സ്റ്റേണൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ. ഐ ആം എന്ന് പറഞ്ഞാൽ എന്നിലുണ്ട്, അഥവാ ഇന്റേണൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ. ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ സ്കില്ല്, എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഐ ഹാവ്, ഐ ആം, ഐ ക്യാൻ. ഉദാഹരണം, ഐ ഹാവ് എ ലവിങ് ഫാമിലി അല്ലെങ്കിൽ കെയറിങ് ഫാമിലി, ഐ ഹാവ് എ വെരി ലവിങ് പാരൻസ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എന്താണ്, അദ്ദേഹത്തിന്റെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് പ്രോക്സിമൽ അതുണ്ടല്ലോ ഫാക്ടർ, പ്രൊട്ടക്റ്റീവ് ഫാക്ടർ, അത് അതിൽ അദ്ദേഹത്തെ കോൺഫിഡന്റ് ആണ്. അതോട് ഐ ആം കോൺഫിഡന്റ്, ഐ ആം കേപ്പബിൾ, ഐ ആം ബ്രില്യൻറ്റ് എന്നൊക്കെ ഒരുത്തര് പറയാൻ സാധിക്കുകയാണെങ്കിൽ എന്താണ്, അവൻ ഇന്റേണൽ ഇതാണ് ഒരു കോൺഫിഡൻസ്. ഐ ക്യാൻ ഡു ദാറ്റ്, ഐ ക്യാൻ ഓവർകം ദാറ്റ്. അപ്പോൾ ഒരു കുട്ടിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ റെസിലിയൻസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു സിസ്റ്റം, അതായത് ഐ ഹാവ്, ഐ ആം, ഐ ക്യാൻ എന്ന 3 ലെവലിലൂടെ നമുക്ക് അവരെ വളർത്തി അവരെ നമുക്കൊരു മോൾഡ് ചെയ്തുകൊണ്ട് റെസിലിയൻസ് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്ന ഒരു തിയറിയാണത്. അതായത് ഐ ഹാവ് എന്ന് പറയുമ്പോൾ ട്രസ്റ്റിംഗ് റിലേഷൻ ദാറ്റ് പ്രൊവൈഡ് സപ്പോർട്ട്, എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസ്, ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുന്ന കുഴപ്പമില്ല മോനെ ചെയ്തോ, അതിന് കാശ് ഇത്ര ഞാൻ ഇറക്കി തരാമെന്ന് പറയുന്ന ഒരു സപ്പോർട്ടുള്ള, അതുണ്ടാകുമ്പോൾ റെസിലിയൻസ് നേച്ചർ ഉണ്ടാവും. ഐ ആം എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു ഓട്ടോണമി അല്ലെ, എനിക്ക് എന്നെ കുറിച്ചുള്ള ഒരു സാധനം. ഐ ആം കോൺഫിഡന്റ്, ഐ ആം ബ്രില്യൻറ്റ്, ഐ ആം ഇന്റലിജന്റ് എന്ന് പറയുമ്പോൾ അതൊരു ഇന്റേണൽ ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. സെൽഫ് എസ്റ്റീമും സെൽഫ് എഫിക്കസിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പ്രോബ്ലം സോൾവിങ് സ്കില്ലാട്ടെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാട്ടെ, അതല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ സ്കില്ലാട്ടെ, ഈ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഐ ക്യാൻ ഡു ദാറ്റ്, ഐ ക്യാൻ ഓവർകം ദാറ്റ്. ഈ രീതിയിൽ
ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസിലിയൻസ് വളർത്തിയെടുക്കാൻ പറ്റും എന്ന് പഠിപ്പിക്കുന്ന ഒരു പാരഡൈം ഷിഫ്റ്റ് ആണ്, ഒരു മോഡലാണ് ഇത് നമ്മളെ ഈ ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മോഡൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ 3 ലെയറുകൾ കാണും. ഐ ഹാവ് എന്ന് പറയുന്ന അഥവാ ഒരു എക്സ്റ്റേണൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ, ആയാം എന്ന് പറയുന്ന ഒരു ഇന്റേണൽ ഫാക്ടർ, ഐ ക്യാൻ എന്ന് പറയുന്ന സ്കില്ലിന്റെ ലെവലിലെ ഫാക്ടർ. ഇത് 3ഉം ചേർന്ന കോമ്പിനേഷൻ ആണ് ഈ റെസിലിയൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കുംഫർ റെസിലിയൻസ് മോഡൽ 1999-ലാണ്. ഇവരും പറയുന്നത് വെച്ചാല് ഡിസ്റ്റർബൻസും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. അതിനെയൊക്കെ മറികടക്കാൻ വ്യക്തിയെ സഹായിക്കുന്ന പ്രാപ്തമാക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ടാകും. അപ്പോൾ പ്രതിസന്ധികൾ വരുന്നു, അതിനെ അഭിമുഖീകരിക്കുന്നു, അതിലൂടെ അവൻ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ ഒരു ഇന്റഗ്രേഷൻ ഒരു സംഭവം നടക്കുന്നു. അതായത് പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ചാണ്. അതായത് എന്താ പറയാ, നമ്മൾ ജനിച്ചു വളരുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏത് മേഖലയും നമുക്ക് അനുഗുണമായിക്കൊള്ളുന്നില്ല. എപ്പോഴും അതൊരു കണ്ടൂസീവ് ആയിരിക്കും അല്ലെങ്കിൽ പീസ്ഫുൾ ആയിരിക്കും എന്നൊന്നുമില്ല. അതിൽ ചില പ്രതിസന്ധികളും അഡ്വേഴ്സിറ്റീസ് ഒക്കെ വരാം. ആ അഡ്വേഴ്സിറ്റിയെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അവനെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ അതിന് പറ്റുന്ന ഒരു പ്രോസസ്സ്, അതിനൊരു പറ്റുന്ന ഒരു ട്രെയിനിങ്, അതിന് പറ്റുന്ന ഒരു കോച്ചിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആള് റെസിലിയന്റ് ആകും. അതിലൂടെ അവർക്ക് എന്താ പറയാ, ആ ഒരു പ്രോസസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ പ്രോസസ്സിലൂടെ ഇവരെ വളർത്തിയെടുക്കാം എന്ന് പറയുന്ന എൻവയോൺമെന്റ് ക്രിയേറ്റ് എടുത്തുകൊണ്ട് അവനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, നർച്ചറിങ് ചെയ്യാൻ പറ്റുന്ന, കെയറിങ് ചെയ്യാൻ പറ്റുന്ന എൻവയോൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വ്യക്തികളിലെ സമൂഹത്തിൽ റെസിലിയൻസ് ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഈ പറഞ്ഞ റിച്ചാർഡ്സിന്റെ റെസിലിയൻ മോഡൽ. പിന്നെ മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ഉൺഗാറിന്റെ തിറോൺ ആൻഡ് ഡൈനാമിക് മൾട്ടി സിസ്റ്റമിക് മോഡൽ 2020 വന്നു. കുറച്ച് പഴക്കണ്ടായിട്ടുള്ളൂ അല്ലേ? റെസിലിയൻസിലെ ബയോസൈക്കോളജിക്കൽ ഇക്കോളജിക്കൽ സിസ്റ്റം, അതായത് ബയോളജിക്കലായ അത് വ്യക്തിയിൽ കേന്ദ്രീകൃതമായ അവന്റെ ഹോർമോണുകൾ, ഇമോഷൻസ്, ഫീലിങ്സ്. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ ഈ കൊഗ്നിറ്റീവും മറ്റേ മെന്റലുമായിട്ടുള്ള ഭാഗം. അതിന് പുറമെ ഇക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ ഇവന്റെ അപ്പുറത്തുള്ള എൻവയോൺമെന്റ്. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ എന്താ പറയാ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, അഥവാ ഒരു വ്യക്തിയുടെ ഒരു ഭാഗമല്ല, ബയോളജിക്കൽ മാത്രമല്ല, ബയോളജിക്കലും ഇമോഷണലും സൈക്കോളജിക്കലും അവനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സോഷ്യൽ അഥവാ ഇക്കോളജിക്കലുമായ ഈ 3 ഭാഗങ്ങളുടെയും ഒരു സമരസപ്പെട്ട അല്ലെങ്കിൽ ഇത് 3ഉം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് 3ലും ഇടപെട്ടുകൊണ്ടാണ് റെസിലിയൻസ് ഡെവലപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു തിയറിയാണിത്. അപ്പോ ബയോളജിക്കലും പിന്നെ ഈ സൈക്കോ സോഷ്യലും സോഷ്യൽ ഫാക്ടേഴ്സ്, ഈ 3 മേഖലയിലും നമ്മൾ എന്ത് ചെയ്യണം, ഇടപെടണം. ഈ 3 മേഖലയിലും പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണം. ഈ 3 മേഖലയിലും കണ്ടൂസീവായ ഫേവറേറ്റ് ആയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം. അങ്ങനെ റെസിലിയൻസ് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഈ ഒരു തിയറിയിലൂടെ പഠിപ്പിക്കുന്നത്. ഇനി റെസിലിയൻസിനെ കുറിച്ച് പഠിച്ചു പോകുമ്പോൾ അതിലുള്ള കുറച്ച് ചർച്ചകൾ. ക്രൈറ്റീരിയ ഫോർ ഡിഫൈനിങ് റെസിലിയൻസ്. ഒരു റെസിലിയൻസി എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കണം? റെസിലിയൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഉദാഹരണം, ആള് ഭയങ്കര എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കണ്ടേ? ഒരു ചെറിയൊരു എന്താ പറയുക, ശബ്ദം കേട്ടുമ്പോഴേക്ക് ഓടുന്ന ഒരുത്തനെ ഓനെ ഭയങ്കര ധൈര്യശാലി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തെങ്കിലുമൊക്കെ എടുത്തു പറയാൻ പറ്റുന്ന നോട്ട്വർത്തിയായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ നമ്മൾ ധൈര്യവാന് അല്ലെങ്കിൽ ആളും മിടുക്കനെന്ന് പറയുള്ളൂ. അതേമാതിരി റെസിലിയന്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അഭിമുഖീകരിക്കാനുള്ള കഴിവാണ്. എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് അതിനൊക്കെ റെസിലിയന്റ് എന്ന് പറയാൻ പാടില്ല. അതായത് ഒരു അഡ്വാഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അഡാപ്റ്റേഷൻ ഒക്കെ ഉണ്ടായിരിക്കണം. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ ഒരു കപ്പാസിറ്റി ഉണ്ടാണ്. അതിന് മാത്രമുള്ള ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ റെസിലിയൻസ് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സിഗ്നിഫിക്കന്റ് സ്ട്രെസ്സേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ, അഥവാ ചെറിയ ഒരു എന്താ പറയുക ഒഴുക്കും പ്രതിസന്ധിയും പ്രശ്നങ്ങളും ആ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കുമ്പോൾ മാത്രമേ റെസിലിയൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്തയാണ് ആദ്യത്തേത്. രണ്ടാമത്തെ റെസിലിയന്റ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്, ട്രോമ ആൻഡ് വൾനറബിലിറ്റി.
അതായത് നേരത്തെ പറഞ്ഞിരുന്നു, റെസിലിയൻസിനെ കുറിച്ചുള്ള പഠനത്തിൽ ആദ്യം പറഞ്ഞു, ആദ്യകാലങ്ങളിൽ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, ആള് ഇൻവിൻസിബിൾ ആണ്, അല്ലെങ്കിൽ ആള് ഒരു എന്താ പറയാ അൺകോമ്പീറ്റബിൾ ആണ്, തകർക്കപ്പെടാൻ പറ്റാതെ. അങ്ങനെയൊന്നുമില്ല. പലപ്പോഴും പലവരും തളരാം. പക്ഷെ എല്ലായിടത്തും തളർന്നോളന്നില്ല. ഒരു മേഖലയിൽ തകർന്നു എന്നതുകൊണ്ട് മറ്റൊരു മേഖലയിൽ തകർന്നോളന്നില്ല. ഇപ്പൊ അക്കാഡമിക്കലി ഭയങ്കര ഫെയിലിയർ ആയിരിക്കും, പക്ഷെ അദ്ദേഹം പൊളിറ്റിക്കലി ഭയങ്കര ഉഷാറായിരിക്കാം. അല്ലെങ്കിൽ പൊളിറ്റിക്കലി അക്കാഡമിക്കലി ഭയങ്കര ഇതായിരിക്കും, പക്ഷെ ഫാമിലി ഉഷാറായിരിക്കാം. ഫാമിലിയിൽ ആകെ ഫ്ലോപ്പ് ആയിരിക്കും, പക്ഷെ നാട്ടുകാരുടെ ഭയങ്കര ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഒരു എന്താ റെസിലിയൻസി എന്നുള്ളത്. ഇൻവൾണറബിലിറ്റി അല്ല, എന്നാൽ വൾണറബിലിറ്റി ഉണ്ട്. അത് ചില മേഖലയിൽ വരും. അതിൻ്റെ മറ്റൊരു വിശദീകരണമാണ് ഡൊമൈൻ സ്പെസിഫിക് എന്ന് പറഞ്ഞത്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ സ്പെസിഫിക് ആണ്. അതായത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റെസിലിയൻസ് ഉണ്ടാകണമെന്നില്ല. ചില മേഖലകളിൽ ഉണ്ടാകാം, മറ്റു മേഖലകളിൽ അല്പം എന്തായിരിക്കും, ആള് പരാജയപ്പെടാം. അങ്ങനെ ഉണ്ടാവല്ലോ. ഇപ്പോഴത്തെ നമ്മുടെ പത്രമാധ്യമങ്ങൾ നോക്കിയാൽ മതി. സിനിമയിൽ ഭയങ്കര തിളങ്ങിയ ആൾക്കാർ കുടുംബജീവിതത്തിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു മേഖലയിൽ 100% നമുക്കൊരു മാതൃകാപരമാണെന്നൊക്കെ പറയാം, പക്ഷെ അവർ മറ്റു മേഖലയിൽ എന്തായില്ല, മാതൃകയാക്കാൻ പറ്റുന്നില്ല. ഇതേപോലെ തന്നെ ഭയങ്കര 100% മാർക്കും എല്ലാം IAS എല്ലാ ക്വാളിറ്റിയും IAS IPS ഒക്കെ എഴുതി ഉഷാറാവും, പക്ഷെ കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതറിയില്ല, കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ അതറിയില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ വളർച്ച ഉണ്ട് എന്ന് കരുതി എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതൊരു റെസിലിയൻസി എന്നുള്ളത് മറികടക്കാനും അതിജീവിക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ 100% എല്ലായിടത്തും ഒരാൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില മേഖലകൾ ഉണ്ടാകാം, ചില മേഖലകളിൽ ആള് പരാജയപ്പെടാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ് റെസിലിയൻസ് വാരീസ് ഓവർ ടൈം. പണ്ട് കാലത്ത് റെസിലിയന്റ് ആയി ഗണിച്ചിരുന്ന ഘടകം, അല്ലെങ്കിൽ ആ ആൾക്കാരൊക്കെ പണ്ട് എന്ന് പറഞ്ഞാല് ആനയും കുതിരയും അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി, അല്ലെങ്കിൽ അതിനൊക്കെ അങ്ങനെ വലിയ മൃഗങ്ങളൊക്കെ വേട്ടയാടിയിട്ട് അതിനൊക്കെ കീഴടക്കുന്ന ആൾ ഭയങ്കര ധൈര്യശാലിയൊക്കെ ആയിരിക്കാം. കാരണം അന്ന് ഫിസിക്കൽ സ്ട്രെങ്ത് മതിയായിരുന്നു. ഇന്നിപ്പോൾ അത് മതിയായിക്കോളുന്നില്ല. ഇന്നിപ്പോ കുറെ ഹൈ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല. അതിനേക്കാൾ എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നപ്പോൾ അതിനൊക്കെ അല്ലെങ്കിൽ അവിടെയൊക്കെ പിടിച്ചിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അപ്പോൾ കാലങ്ങൾ മാറുന്നതനുസരിച്ച് ഈ റെസിലിയൻസിന്റെ നേച്ചർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കുട്ടി, 5 വയസ്സായ കുട്ടി, അവനനുസരിച്ചുള്ള സാധനം ചെയ്താൽ മതി, എന്നാൽ തന്നെ റെസിലിയന്റ് ആണ്. 55 വയസ്സൊരാള്, അത് വേറെയാണ്. അപ്പോൾ വയസ്സിനനുസരിച്ചും കാലത്തിനനുസരിച്ചും സ്ഥലത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചൊക്കെ ഈ റെസിലിയൻസ് മാറും അല്ലെ. ഒരു 10 വയസ്സായ കുട്ടി 25 കിലോ എടുക്കുന്ന ഭയങ്കരമാണ്. എന്നാൽ 10-40 വയസ്സായി എന്നൊരു ജിമ്മിന് പോകുന്ന 25 കിലോ എടുക്കുന്ന അതൊരു സംഭവമല്ല. അപ്പൊ അതെന്താണ്, ടൈം അനുസരിച്ചും സ്പേസ് അനുസരിച്ചും ഒക്കേഷൻ അനുസരിച്ചൊക്കെ ഇതിനെ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡിനറി മാജിക് ആണ്. അതായത് സാധാരണ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത, അതല്ലെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്, പക്ഷേ വ്യത്യസ്തമായ രീതിയിലൊക്കെ ചെയ്യലാണ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അസാധാരണമായിട്ട് ഒരാൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ റെസിലിയന്റ് ആണ്. അപ്പോൾ എന്തൊക്കെ സംതിങ് മാജിക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഒരു റെസിലിയൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് എല്ലാ ജോലി തിരക്കുകൾക്കിടയിലും ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും പഠിക്കുന്നു, അസൈൻമെന്റ് ഒന്നും ഒരു ഉഡായിപ്പും ചെയ്യുന്നില്ല, നേരെ ചൊവ്വേ നല്ല ഫസ്റ്റ് ക്ലാസ് PG മാർക്കോടുകൂടെ ഇഗ്നോ PG പാസ്സാവുന്ന പറയുമ്പോൾ അതൊരു അച്ചീവ്മെന്റ്, ഒരു മാജിക്കലാണ്. അദ്ദേഹത്തിനുള്ള റെസിലിയന്റ് കപ്പാസിറ്റിയാണ്. ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ ജോലിയിൽ ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു വല്ല അതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു സൈഡിലുണ്ട്. അതതിന്റെ ഭാഗത്തും ഇവിടെ ഈ കാര്യം നേടുന്നുണ്ട്. ഇതൊരു റെസിലിയന്റ് നേച്ചറാണ്, ഇതൊരു മാജിക്കാണ്. മൾട്ടി സിസ്റ്റമാറ്റിക് റെസിലിയൻസ്. മൾട്ടി സിസ്റ്റമാറ്റിക് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അതായത് എന്താ പറയാ, ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്, അദ്ദേഹത്തിന്റെ നെയ്ബർഹുഡ് ഉണ്ട്, അദ്ദേഹത്തിന്റെ അപ്പുറത്തുള്ള ഇതിന്റെയൊക്കെ ഇതൊക്കെ ഇതിന്റെയൊക്കെ ഇടയിൽ ഒരു ഇന്റഗ്രേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇന്റഗ്രേഷൻ നടന്നിട്ടാണ് റെസിലിയൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്റഗ്രേഷൻ വേണം. അതുപോലെ തന്നെ സപ്പോർട്ടീവ് എൻവയോൺമെന്റ്. ഏതൊരാളും ചിലപ്പോൾ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് അവന് വേണ്ട ഇന്റേണൽ പ്രൊട്ടക്റ്റീവും എക്സ്റ്റേണൽ പ്രൊട്ടക്റ്റീവായ ഫാക്ടേഴ്സ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ റെസിലിയൻസ് എന്ന് പറയുമ്പോൾ ഈ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ അറിയണം. ഏതൊക്കെയാണ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ? റെസിലിയൻസ് എന്ന കണ്ടതിനും തൊട്ടതിനൊക്കെ റെസിലിയൻസ് എന്ന് പറയില്ല. എന്തെങ്കിലുമൊക്കെ എടുത്തു പറയാൻ പറ്റുന്ന അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്ന, എന്തെങ്കിലുമൊക്കെ ചലഞ്ചുകൾ ഉണ്ടായിട്ട്, പ്രതിസന്ധികൾ ഉണ്ടായിട്ട്, സ്ട്രെസ്സേഴ്സ് ഉണ്ടായിട്ട് അതിന് മറികടക്കുമ്പോഴേ റെസിലിയൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എല്ലാവർക്കും എന്താണ് റെസിലിയന്റ് ആകാൻ പറ്റിക്കോളന്നില്ല. പക്ഷെ ഒരാളും എന്താണ് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഇല്ലാതിരിക്കൊന്നുമില്ല. പ്രതിസന്ധികൾ ഉണ്ടാകാം, പരാജയങ്ങൾ ഉണ്ടാകാം, ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ വരാം, എങ്കിലും മറികടക്കാനുള്ള കപ്പാസിറ്റികൾ ഉണ്ടാകാം. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ സ്പെസിഫിക് ആണ്. അതായത്
ഇപ്പോൾ ഉദാഹരണം ശരീരം കൊണ്ട് ഭയങ്കര കഴിയും, എന്തിനും അവൻ റെഡിയാണ്, ആരോട് അടി കൂടാൻ റെഡിയാണ്. പക്ഷേ വീട്ടിൽ ഭാര്യയുടെ മുന്നിൽ ഒരു കാര്യം പറയാനോ അല്ലെങ്കിൽ എടുത്തു പറയാനോ അവിടെ കീഴടങ്ങിയിട്ട് ഒരാളായിരിക്കാം. നേരെ മറിച്ച് എല്ലാവരോടും എന്തിനും കീഴടങ്ങുന്ന ആളാണ്, ഭാര്യൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര അങ്ങനെ ഡൊമൈൻ ഏരിയയിൽ ഓരോ ഡൊമൈൻ കോഗ്നിറ്റീവ് ലെവലാകാം, ഫിസിക്കൽ ലെവലാകാം, അങ്ങനെയൊക്കെ വരും. ഓട്ടെ, ഇനി അടുത്തതിലേക്ക് പോകാം. റെസിലിയൻസിന്റെ ആപ്ലിക്കേഷൻ. ഈ പൊതുവരെ നമ്മൾ മനസ്സിലാക്കിയത് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു നമ്മളെ ലൈഫിൽ നമുക്ക് സക്സസ് അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന, പ്രാപ്തമാക്കുന്ന, നമ്മളിലുള്ള എന്നാൽ നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ചില കാര്യങ്ങളാന്ന് പറഞ്ഞല്ലോ. ഇതെങ്ങനെ ഉണ്ടാക്കാം? ആപ്ലിക്കേഷൻ ഇന്റർവെൻഷനിലൂടെയും അതുപോലെ തന്നെ റിസ്ക് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സിലൂടെയൊക്കെ നമുക്കതിനെ നോക്കാം. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്റർവെൻഷൻ രീതിയാണ് കേട്ടോ. എൻഹാൻസിങ് റെസിലിയൻസ്. നമ്മൾ പറഞ്ഞു വേവ് 1, 2, 3, 4. വേവ് 1 എന്തായിരുന്നു? റെസിലിയൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിന്റെ ഫാക്ടേഴ്സ് എന്താണെന്നും പഠിക്കലായിരുന്നു. വേവ് 2 എന്തായിരുന്നു? ഈ എന്താണെന്ന് മനസ്സിലാക്കി, ഫാക്ടേഴ്സ് എന്തോ മനസ്സിലാക്കി, പക്ഷെ അത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ചുറ്റുപാട് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. എൻവയോൺമെന്റും അതും തമ്മിലുള്ള ഒരു പ്രോസസ്സിംഗ് ഇന്ററാക്ഷൻ ആണ് ആ ഒരു മേഖലയിലാണ് രണ്ടാമത്തെ പഠനം. മൂന്നാമത്തെ എന്തായിരുന്നു? ഇത് രണ്ടും മനസ്സിലാക്കിയപ്പോൾ എങ്ങനെയാണ് എന്താ പറയുക റെസിലിയൻസ് ഉണ്ടാക്കുക എന്ന് അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോയി. നാലാമത്തെ എന്തായിരുന്നു? ആപ്ലിക്കേഷൻ കഴിഞ്ഞ് സെല്ലുലാർ അല്ലെങ്കിൽ ന്യൂക്ലിയർ ലെവലിലേക്കുള്ള പഠനമായിരുന്നു. ഇവിടെ നമുക്ക് മൂന്നാമത്തത്. അതായത് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വന്നപ്പോൾ എന്താണ് നമ്മൾ പരമാവധി റെസിലിയൻസ് പ്രൊമോട്ട് ചെയ്യാനുള്ള, വൾണറബിൾ പോപ്പുലേഷൻ്റെ ഇടയിൽ റെസിലിയൻസ് പ്രൊമോട്ട് ചെയ്യാനുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നടപ്പിലാക്കി വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റെസിലിയൻസ് നേച്ചർ വ്യക്തികളിൽ റെസിലിയൻസ് ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അഥവാ അവർ ജീവിതത്തിൽ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അതിൻ്റെ എണ്ണം കുറക്കുക, തോത് കുറക്കുക. അതോടുകൂടെ അവരെ റെസിലിയൻ്റ് ആക്കാൻ സഹായിക്കുന്ന സെൽഫ് എസ്റ്റീം, സെൽഫ് എഫിക്കസി പോലത്തത് അവരിൽ പതുക്കെ പതുക്കെ ഇൻസ്റ്റിൽ ചെയ്യുക. ഇതാണ് ഇന്റർവെൻഷന്റെ രീതി. എന്താണ്? ഒന്ന്, എൻഹാൻസ് ചെയ്യുക, സെൽഫ് എസ്റ്റീം കൂട്ടുക, സെൽഫ് കെയർ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ, ലവ്, കെയർ ഒക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുക? സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം, സെൽഫ് എഫിക്കസി വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഭാഗം. എഡ്യൂക്കേഷൻ ആകാം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആകാം. രണ്ടാമത്തെ എന്തായിരുന്നു? റിസ്ക് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്. റിസ്കുകളുടെ എണ്ണം കുറക്കുക, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സിന്റെ എണ്ണം കൂട്ടുക. റിസ്ക് എന്താണ്? ദാരിദ്ര്യം എന്നത്, പോവർട്ടി എന്നത് ഒരാൾ തകരാനും തളരാനും പിന്നോട്ട് പോകാനുള്ള കാരണമാണ്. അപ്പൊ പോവർട്ടി ഇല്ലാതെയാക്കുക. അതേസമയം സ്നേഹവും പരിഗണനയും പ്രൊട്ടക്ഷനും ലവും കെയറും ഒരാൾ വളരാനും ഗ്രോത്തിനൊക്കെ അദ്ദേഹം തഴച്ചു വളരാനുള്ള ഒരു ഘടകമാണ്. അത് കൂട്ടുക. അപ്പോൾ റിസ്ക് കുറക്കുക, പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് കൂട്ടുക, അതേസമയം റെസിലിയൻസ് സ്വഭാവം വ്യക്തികൾ കൂട്ടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റെസിലിയൻസ് വ്യക്തികളിലും സമൂഹത്തിലും ഉണ്ടാക്കേണ്ടത്. നമുക്കായാലും നമ്മുടെ മക്കളിലായാലും നമ്മൾ ഇടപെടുന്ന സമൂഹമായാലും നമ്മൾ കൗൺസിൽ ചെയ്യുന്ന കൗൺസിലീസിലായാലും നമ്മൾ റെസിലിയൻസ് ഉണ്ടാക്കേണ്ടത്. ഒന്ന്, അവരിലെ റെസിലിയൻസ് സ്വഭാവം, അവരുടെ ഇന്റേണൽ ലോക്കസ് കൺട്രോൾ ആട്ടെ, സെൽഫ് എസ്റ്റീം ആട്ടെ, സെൽഫ് കോൺഫിഡൻസ് ആട്ടെ, സെൽഫ് വാല്യൂ ആട്ടെ, സെൽഫ് റെസ്പെക്ട് ആട്ടെ, അത് കൂട്ടിക്കൊടുക്കുക. രണ്ടാമത്തത്, അവർ അഭിമുഖീകരിക്കുന്ന റിസ്കുകൾ എന്തെങ്കിൽ അതിന്റെ കാഠിന്യം കുറക്കുക, എണ്ണം കുറക്കുക. മൂന്ന്, അവരെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന പല ഘടകങ്ങളുണ്ട്, അതിന്റെ എണ്ണം കൂട്ടുക. അതും പുറമെ സ്കിൽ ഡെവലപ്മെന്റ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാട്ടെ, പ്രോബ്ലം സോൾവിങ് സ്കില്ലാട്ടെ, ഇന്റർപേഴ്സണൽ സ്കില്ലാട്ടെ, ഇങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ കൊടുക്കുമ്പോൾ അതിങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് കുട്ടി ഓട്ടോമാറ്റിക് മുന്നോട്ട് വരും. ഈ അവന്റെ പ്രതിസന്ധികളൊക്കെ അവന് തരണം ചെയ്യുവാനും അഭിമുഖീകരിക്കാനും കഴിയും. അങ്ങനെ റെസിലിയൻസ് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. പിന്നെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഡ്രാമറ്റൈസേഷൻ, ആർട്ടുകളൊക്കെ പബ്ലിക് ആയിട്ടുള്ള ഇത്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ പഠിക്കാനുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ ഒരു വലിയ രസക്കോ മറ്റോ വരാൻ സാധ്യതയില്ല. എങ്കിലും റെസിലിയൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഏത് രീതിയിൽ ഏത് സമയത്ത് തുടങ്ങി എന്നുള്ളതും, പിന്നെ അതിൻ്റെ വേവുകൾ, 3 വേവുകൾ പറഞ്ഞല്ലോ, ഇത് 3 നമ്മൾ പഠിക്കുന്ന 4 വേവ്, ഇത് 4 നമ്മൾ പഠിക്കണം. പിന്നെ റെസിലിയൻസിനെ കുറിച്ച് എന്താ, ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ രീതിയിലൂടെ നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ പഠിച്ചവരുണ്ടെങ്കിൽ അവർക്ക് അത് കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? കേട്ടിട്ടുണ്ടായിരുന്നോ? മനസ്സിലായിട്ടുണ്ടോ? ആരുമില്ലേ? ഞാൻ തന്നെ ഉള്ളൂ. ഓക്കെയാണ്, അടിപൊളി. ഓക്കെ.
ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?